ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാമ്പിംഗ് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ സൈറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലഞ്ച് ആൻഡ് ബാർബിക്യൂ ചെയ്യാൻ ഉള്ളൊരു പ്ലാനാണ്. പക്ഷെ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നും അത്യാവശ്യം നല്ല മൂടിക്കെട്ടി കിടക്കുകയാണ്. നടക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോകുന്നതിന് മുൻപ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പോവാം. അതുപോലെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഫുട്ബോളിനൊക്കെ കുറച്ച് കാറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന മഞ്ഞ പാടം എന്ന് പറയുന്നത് മസ്റ്റേർഡ് ഫീൽഡ് അല്ലെങ്കിൽ റീപ്പ് സീഡ് ഫ്ലവറിൻ്റെ ഒരു പാടമാണിത്. ഇത് ആൾക്കാർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഓയിലിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാടം അവരങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും റേപ്പ് സീഡ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റേർഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇവർ ഈ കൃഷി ചെയ്യുന്നത്. ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ ഒരു അപൂർവ കാഴ്ച കണ്ടു. അതായത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, സീഷെൽസ് കാണാൻ പറ്റും. ഒരു പ്രത്യേകതരം വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഡിസൈനുള്ള സീഷെല്ലാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്നും നമുക്ക് കാണാൻ കിട്ടില്ല. ഈ സീഷെൽ ഈ വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന സീഷെൽസിന് ജീവനുണ്ട്. അതിനകത്തെ ആ ഒരു ജീവിക്ക് ജീവനുണ്ട്. അതായത് നമ്മുടെ കരയിലൊക്കെ കിടക്കുന്ന സീഷെൽസിനൊന്നും ജീവനില്ല. അപ്പം പല രാജ്യത്തും ഈ സീഷെൽസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫുഡ് ഐറ്റം ആണ്. അതുപോലെ തന്നെ പല അലങ്കാര വസ്തുക്കളായിട്ടും ഈ സീഷെൽസ് യൂസ് ചെയ്യാറുണ്ട്. ഫൈനലി നമ്മുടെ ക്യാമ്പ് സൈറ്റ് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇനിയും ആ റിസപ്ഷനിൽ പോയിട്ട് കീ വാങ്ങിച്ചാൽ നേരെ നമ്മളുടെ ക്യാമ്പ് ടെൻറ്റ് അല്ലെങ്കിൽ റൂമിലോട്ട് നമുക്ക്. പിന്നെ കുട്ടികൾക്കുള്ള കളിസ്ഥലം, പിന്നെ റിസപ്ഷൻ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കയറി നോക്കാം. സൂപ്പറാണ്. അപ്പൊ ഞാൻ ക്യാമ്പിംഗ് കണ്ടിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ക്യാമ്പിംഗ് പോകുന്നത്. ഈ ബോട്ടിൽ ഒന്ന് പിടിക്കൂ പ്ലീസ്.
കിച്ചൺ എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരു ഡിഷ് വാഷർ, ഒരു യൂട്ടൻസിൽസ് ഡ്രോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടുത്തെ ഒരു നമ്മൾക്ക് ഈ നാട്ടിലെല്ലാം ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമുക്ക് വേണ്ടിയൊരു സാധനമാണ്. ചായയൊക്കെ വെക്കാനാണ്. മലയാളികൾക്ക് ചായ ഇല്ലാതെ എന്താല്ലേ. മറ്റേ ഞാൻ ആദ്യം ചപ്പാത്തി പരത്തുന്ന സാധനം. പിന്നെ നമുക്കുള്ളത് ഒരു വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം. പിന്നെ ഫ്രിഡ്ജ് ഇത്രയാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ ഇലക്ട്രിക് ആണ്. നമുക്ക് ഈ ക്യാബിനറ്റ് എന്താ നോക്കാം. ക്യാബിനറ്റിനകത്ത് കെറ്റില് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ നമ്മുടെ നീണ്ട ഒരു ഗെയിംസ് സെഷന് ശേഷം നമ്മൾ ഒരു ചിന്ന ടീ ബ്രേക്കിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടികളും കുസൃതികളും.
ഗെയിംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേരൊക്കെ പോയി ഫ്രഷായി, കുറച്ച് പേരൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബാർബിക്യൂവിൻ്റെ പരിപാടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജ് ആൻഡ് നോൺ വെജ് സ്ക്യൂവേഴ്സാണ് ഉണ്ടായിരുന്നത്. ലാമ്പ്, പ്രോൺ, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഇപ്പോഴും ആകാശമൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ട് മൂടി കെട്ടി കിടക്കുകയാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അലഗേറ്റർ കണ്ടോ അങ്ങോട്ട് മുങ്ങുന്നത്? അതാണ് ക്രോക്കഡൈൽ. സ്വീഡൻ we need to go get back to the camp as fast as നെക്സ്റ്റ് ഡേ മോർണിംഗ്, നല്ല വെയിൽ, കുട്ടികളൊക്കെ ഞങ്ങൾക്ക് റെഡിയായി, എല്ലാവരും ഇറങ്ങുകയാണ്. രാത്രി നല്ല മഴയായിരുന്നു, അതിനുശേഷം എല്ലാം ഇതായിപ്പോയി. അത്രയ്ക്കും വെയിലാണ് രാവിലെ. ഒക്കെ തലേന്നത്തെ ബാർബിക്യൂവിൻ്റെ സെറ്റപ്പൊക്കെ മാറ്റാൻ നോക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പാക്കപ്പ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ വേസ്റ്റൊക്കെ സോർട്ട് ചെയ്ത് എല്ലാവരും പതുക്കെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്യാമ്പിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റിന് എടുക്കുന്ന വീട് നമ്മൾ പിറ്റേന്ന് വെക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് വാക്യൂം ഒക്കെ ചെയ്ത് വേസ്റ്റൊക്കെ മാറ്റി അങ്ങനെ വേണം നമുക്ക് കൈ കിട്ടിയ പോലെ തന്നെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സെറ്റ് ആൾക്കാർ ഗാർബേജ് ഡിസ്പോസലും വീട് ക്ലീനിങ്ങും ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു സെറ്റ് ആൾക്കാർ നല്ല വെയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെയാണ് ആൾക്കാർ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ക്യാമ്പിംഗ് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. യാത്രക്കിടയിൽ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നമ്മൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കടയെന്ന് പറയുന്നത് ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ പലതരമായ ഫിഷ് വെറൈറ്റീസ് ആണുള്ളത്. സാൽമൺ ആണ് മെയിനായിട്ടും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പൊഹച്ച സാൽമൺ, സ്മോക്ഡ് സാൽമൺ, അല്ലെങ്കിൽ കുക്ക് ചെയ്തിരിക്കുന്ന സാൽമൺ, കുക്ക് ചെയ്യാത്ത സാൽമൺ ഫിഷ്, അങ്ങനെയുള്ള വെറൈറ്റീസാണ്. ഇംഗ്ലീഷുകാർ പലരും കുക്ക് ചെയ്യാത്ത ഫിഷ് കഴിക്കാറുണ്ട് സാൽമണിൻ്റെ. അപ്പം പിന്നെ അവർ പാക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്യാതെയും വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ സ്വീഡനിലെ നമ്മുടെ ക്യാമ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ ബൈ.